ഗാസയിലെ ബന്ദികളുടെ മോചനം ഇന്നും തുടരും. 7ാം ഘട്ടമായ ഇന്ന് 6 ഇസ്രായേലി പൗരന്മാരെയും 600 പലസ്തീനിയൻ വംശജരെയുമാണ് മോചിപ്പിക്കുക. അതേസമയം കഴിഞ്ഞ ദിവസം കൈമാറിയവരിൽ ഷിരി ബിബാസിന്റെ മൃതദേഹം ഇല്ലെന്ന ഇസ്രായേലിന്റെ ആരോപണം ഹമാസ് തള്ളി. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അശ്വതി വിശ്വനാഥൻ ചേരുന്നുണ്ട്. അശ്വതി, ഈ 7ാം ഘട്ട ബന്ദി കൈമാറ്റം എത്തരത്തിലാണ്? ഒപ്പം തന്നെ ഈ ഷിരി ബിബാസിന്റെ മൃതദേഹം ഇല്ലെന്നുള്ള ആരോപണം ഹമാസ് തള്ളിയിട്ടുമുണ്ട്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ എത്തരത്തിലാണ്? സംഗീത, ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ടുള്ള 7ാം ഘട്ടം ബന്ദി കൈമാറ്റമാണ് ഇന്ന് നടക്കുന്നത്. ഈ കരാറിന്റെ ഭാഗമായി ഹമാസ് ഇന്ന് 6 ഇസ്രായേൽ ബന്ദികളെയാണ് മോചിപ്പിക്കുന്നത്. എലിയ കൊഹൻ, ഒമർ ഷെംടോ, താൽ ഷൊഹോം, ഒമർ വെൻകട്ട്, ഹിഷം അൽസൈദ്, അവരെ മെൻഗിസ്റ്റോ എന്നിവരെയാണ് ഇസ്രായേലിന് കൈമാറുന്നത്. ഇവരുടെ പേര് വിവരം ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ ഹമാസ് പുറത്തുവിട്ടിരുന്നു. ഏകദേശം ഇതിൽ 2 പേർ, അൽസൈദ്, ഹിഷം അൽസൈദ്, അവരെ മെൻഗിസ്റ്റോ, ഇവരെ 2023 ഒക്ടോബർ 7 തുടർന്നുണ്ടായ ആക്രമണത്തിൽ ബന്ദികളാക്കിയവരല്ല. വർഷങ്ങൾക്ക് മുൻപ് ഗാസയിലേക്ക് അതിക്രമിച്ചു കയറിയ സിവിലിയന്മാരാണ് ഇവരെയും ഹമാസ് ബന്ദികളാക്കുകയായിരുന്നു. ഇതിന് പകരമായി ഇസ്രായേൽ ഇന്ന് ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിന്റെ 6ാം ഘട്ട ബന്ദി കൈമാറ്റം നടന്നത്. അതായത് കഴിഞ്ഞ ദിവസം മൃതദേഹ കൈമാറ്റം, വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ടുള്ള മൃതദേഹ കൈമാറ്റത്തിന്റെ ആദ്യഘട്ടം നടന്നിരുന്നു. ഇതിൽ ഷിരി ബിബാസ് എന്ന ഇസ്രായേൽ ബന്ദിയുടെ മൃതദേഹം ഇല്ല എന്നുള്ള ഒരു ആരോപണം ഇസ്രായേൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇന്നലെ വൈകുന്നേരം എത്രയും പെട്ടെന്ന് തന്നെ ഷിരി ബിബാസിന്റെ മൃതദേഹം ഇസ്രായേലിൽ എത്തിക്കണമെന്നൊരു മുന്നറിയിപ്പ് ഹമാസിനും നൽകിയിരുന്നു. ഇന്നലെ വെള്ളിയാഴ്ച വൈകുന്നേരം ഷിരി ബിബാസിന്റെ മൃതദേഹം ഇസ്രായേലിന് വിട്ടുകൊടുത്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ യഥാർത്ഥ മൃതദേഹം റെഡ് ക്രോസിന് കൈമാറിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മൃതദേഹം പരിശോധിച്ചുറപ്പിക്കാൻ നടപടി തുടങ്ങിയതായിട്ട് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. സംഗീത. ശരി അശ്വതി.